എല്ലാ വിദ്യാർത്ഥികൾക്കും സിറ്റ്സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് +1 ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ 2 ടോപ്പിക്സ് ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അതുപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഈ 2 ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത 2 ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിലെ ഫസ്റ്റ് ടോപ്പിക്കായ ഫ്രിക്ഷനിലേക്ക് പ്രവേശിക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷന് ശേഷം നമുക്ക് സർക്കുലാർ മോഷൻ എന്ന ഒരു ടോപ്പിക്കും കൂടിയുണ്ട്. അങ്ങനെ മൊത്തം 4 ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രിക്ഷനിലേക്ക് പോകാം. ഓക്കെ, മൂന്നാമത്തെ ടോപ്പിക്കാണ് ഫ്രിക്ഷൻ. ഹൈസ്കൂൾ ക്ലാസ് മുതലേ നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ള ഒരു വേർഡാണ് ഈ ഫ്രിക്ഷൻ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, എന്താണ് ഫ്രിക്ഷൻ, എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ സർഫസിലൂടെ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ 2 വസ്തുക്കളുടെ ആ സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ആ ഒരു പോർഷനിൽ വസ്തുവിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അതൊരു റിലേറ്റീവ് മോഷനാണ്. അതായത് മുകളിൽ മൂവ് ചെയ്യുന്ന വസ്തു താഴത്തെ ആ ഒരു സർഫസിനെ അപേക്ഷിച്ചാണ് മോഷനിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരം മോഷൻസിനെ നമ്മൾ റിലേറ്റീവ് മോഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ റിലേറ്റീവ് മോഷൻ നടത്തുന്ന സമയത്ത് അതിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് നമുക്കറിയാം. പ്രധാനമായിട്ടും 2 തരം ഫ്രിക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. അതിൽ ഫസ്റ്റ് ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, രണ്ടാമത്തെ ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമതൊരു റോളിംഗ് ഫ്രിക്ഷൻ കൂടിയുണ്ട്, അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ആദ്യത്തെ 2 ഫ്രിക്ഷനായ സ്റ്റാറ്റിക്കും അതുപോലെ തന്നെ കൈനറ്റിക്കുമാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ മക്കളെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തായിരുന്നു? ഇപ്പോൾ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് അതിന് മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ മൂവ്മെൻ്റ് ഉണ്ടാകാത്ത സമയത്ത് നമ്മൾ ആ വസ്തുവിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് തിരിച്ച് അവിടെ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അത് ഫ്രിക്ഷനാണ്. ആ ഫ്രിക്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിച്ചത്. ശരിയല്ലേ? ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ആ ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പം ഈ ഒബ്ജക്റ്റും അതുപോലെ തന്നെ ഈ സർഫസിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പോയിന്റിൽ ഇങ്ങോട്ട് ഒരു ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. ഈ ഫ്രിക്ഷനാണ് ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കും എന്ന് നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുന്നത്, ഏത് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുമ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഫ്രിക്ഷനാണ് മക്കളെ? സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഫ്രിക്ഷൻ ആ പേര് വന്നിരിക്കുന്നത്. സ്റ്റാറ്റിക് മീൻസ് സ്റ്റാൻഡിങ് എന്നാണ്, മീൻസ് അത് മൂവ് ചെയ്യുന്നില്ല, സ്റ്റാറ്റിക് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂവിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? അതായത് നമ്മളിങ്ങനെ ഫോഴ്സ് കൊടുത്ത് ഒരു പ്രത്യേക സമയത്ത് ഈ ഒപ്പോസിങ് ഫോഴ്സ് അഥവാ ഈ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതിൻ്റെ മാക്സിമം വാല്യൂവിൽ എത്തിച്ചേരില്ലേ? ആ മാക്സിമം വാല്യൂവിനെ നമ്മൾ വിളിച്ച പേരെന്താണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ആ മാക്സിമം വാല്യൂവിൻ്റെ പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും മക്കളെ, ഉറപ്പിച്ചോണം. 1 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കും. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കാൾഡ് ഡാഷ്. എന്താ മക്കളെ ആൻസർ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും, ലിമിറ്റിംഗ് ഫ്രിക്ഷന് ശേഷം ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് എന്തായിരിക്കും? അത് റെസ്റ്റ് ആണോ മോഷൻ ആണോ എന്നാണ്. അപ്പോൾ നിങ്ങൾ പറയണം, ലിമിറ്റിംഗ് ഫ്രിക്ഷന് ശേഷം ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മോഷൻ ആയിരിക്കും. ലിമിറ്റിംഗ് ഫ്രിക്ഷന് ശേഷമാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. ആ ടൈമിൽ ആ വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ എന്താ മക്കളെ കൈനറ്റിക് ഫ്രിക്ഷൻ? ഒന്നുമില്ല, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണ്. മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുമ്പോഴും ഈ ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ട്. അപ്പം മോഷനിലായിരിക്കുന്ന സമയത്ത് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് അതിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ.
സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേര് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷന് ശേഷം വസ്തു മോഷനിലായിരിക്കും. ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന പേര് കൈനറ്റിക് ഫ്രിക്ഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. ആ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചിരിക്കും, 100% ചോദിച്ചിരിക്കും. ഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മൾ ഗ്രാഫ് വരച്ച സമയത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷനും അതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷനൊക്കെ വെച്ചാൽ നമ്മൾ ഗ്രാഫ് വരച്ചത്. നമ്മളതിൽ y ആക്സിസും x ആക്സിസ് ഒക്കെ മാർക്ക് ചെയ്തിരുന്നു. y ആക്സിസിൽ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, y ആക്സിസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. x ആക്സിസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചല്ലേ ഫ്രിക്ഷണൽ ഫോഴ്സിന് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ പോകും. ഇത്രയും പോർഷൻസിന് അല്ലെങ്കിൽ ഇത്രയും ഫ്രിക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഈ ഗ്രാഫൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് വരയ്ക്കാൻ ചോദിക്കും കേട്ടോ മക്കളെ. അപ്പം നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ആദ്യം എന്ത് ചെയ്യും, ഈ ഫ്രിക്ഷൻ ഇങ്ങനെ കൂടി വരും. അങ്ങനെ കൂടി വരുമ്പം ആ ഫ്രിക്ഷനെ നമ്മൾ എന്ത് വിളിക്കും, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യും, ഇതൊരു മാക്സിമം വാല്യൂവിൽ എത്തിച്ചേരും. ആ മാക്സിമം വാല്യൂവിനെ നമ്മൾ വിളിച്ച പേരെന്തോ മക്കളെ, മാക്സിമം വാല്യൂവിനെ വിളിച്ച പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണേ. മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരെന്താണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി എന്താ നമ്മൾ പറഞ്ഞേ, ലിമിറ്റിംഗ് ഫ്രിക്ഷന് ശേഷം ഈ വസ്തുവിൻ്റെ പ്രത്യേകത എന്താണ്, അത് പിന്നെ മോഷനിലാണ്. അവിടെ പിന്നെ ഫ്രിക്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും, ഓർത്ത് വെച്ചേക്കണം. ലിമിറ്റിംഗ് ഫ്രിക്ഷന് ശേഷം സംഭവിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന നെക്സ്റ്റ് ഫ്രിക്ഷനായ കൈനറ്റിക് ഫ്രിക്ഷൻ അത് ഒരു കോൺസ്റ്റന്റ് ആണ്. മീൻസ് നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും തിരിച്ചാ കൈനറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. അത് പിന്നെ കൂടുകയോ കുറയൊന്നും ചെയ്യത്തില്ല. അത് നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഗ്രാഫ് ഇങ്ങനെ വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടി അതിൻ്റെ മാക്സിമം വാല്യൂവിൽ വരും. എന്നിട്ടൊരു ചെറിയ ഡിക്രീസ് ഉണ്ടാവും. കണ്ടോ, ഒരു ചെറിയ ഡിക്രീസ് ഉണ്ടായിട്ടാണ് പിന്നെ നമ്മുടെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പോകുന്നതെന്ന് ഓർത്ത് വെച്ചേക്കണം. അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷന് ശേഷം പിന്നീട് നമ്മുടെ കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ഒരു ചെറിയ വളരെ സ്മോൾ ഡിക്രീസ് ഉണ്ടാകും. അതങ്ങനെയാണ് എപ്പോഴും. എന്താ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇങ്ങനെ കൂടി വന്നിട്ട് അതിന് മാക്സിമം വാല്യൂവിൽ എത്തിച്ചേരും. എന്നിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം അത് കൈനറ്റിക് ഫ്രിക്ഷനായിട്ട് മാറും. പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ഫ്രിക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ഒരു ചെറിയ ഡിക്രീസ് ഉണ്ടാകുന്നുണ്ട്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വളരെ കൂടുതലായിരിക്കും, അതിൽ കുറച്ചുകൂടെ താഴ്ന്നായിരിക്കും എപ്പോഴും ആര് നിൽക്കുന്നത്, കൈനറ്റിക് ഫ്രിക്ഷൻ. അതുകൊണ്ട് നമ്മുടെ ഗ്രാഫിലാണ് ഇവിടെ ഒരു ചെറിയൊരു ഡിപ്പ് ഉണ്ടാവും. ഒന്ന് താഴ്ന്നു പോയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഈ എക്സ് ആക്സിന് പാരലായിട്ട് നമ്മുടെ ഗ്രാഫ് പോകുന്നത്. പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ബന്ധിപ്പിച്ചിട്ടുള്ള ആ ഒരു ഗ്രാഫ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 100% ഉറപ്പിച്ചോണം. പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിരിക്കും. ഈ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഗ്രാഫ് വരയ്ക്കാനോ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷനോ കൈനറ്റിക് ഫ്രിക്ഷനോ ഒക്കെ ചോദിച്ചിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഗ്രാഫ് പഠിച്ചുകൊണ്ട് പൊക്കോണം. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പം അങ്ങനെ ആ ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നീട് ആ ഫ്രിക്ഷൻ എന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ക്വസ്റ്റ്യൻസ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനെ നമ്മൾ മ്യൂ എന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനെ മ്യൂ എന്ന ലെറ്റർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. നമ്മൾ പഠിച്ചു കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും. പഠിച്ചു വെച്ചേക്കുക. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താ മക്കളെ, ലിമിറ്റിംഗ് ഫ്രിക്ഷനും അതുപോലെ തന്നെ നോർമൽ റിയാക്ഷനുമായിട്ടുള്ള റേഷ്യോ ആണ്. ഇതിൻ്റെ പ്രത്യേകത പഠിച്ചു വെച്ചേക്കണം. ഇതിന് യൂണിറ്റും ഇല്ല, അതുപോലെ തന്നെ ഡയമെൻഷനും ഇല്ല. പരീക്ഷയ്ക്ക് യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റി എഴുതാൻ നിങ്ങളോട് ചോദിക്കാം 1 മാർക്കിന്. ഓക്കെ മക്കളെ, പരീക്ഷയ്ക്ക് ചോദിക്കാം യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ലാത്തൊരു ക്വാണ്ടിറ്റി. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കണം എന്താണ്, കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷന് യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല. കാര്യം എന്താ, മുകളിൽ വന്നിരിക്കുന്ന ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇതൊരു ഫോഴ്സ് ആണ്, താഴെ വന്നിരിക്കുന്ന നോർമൽ റിയാക്ഷൻ അതും ഒരു ഫോഴ്സ് ആണ്. 2 ഫോഴ്സും അല്ലേ. അപ്പോൾ യൂണിറ്റ് എല്ലാം ക്യാൻസൽ ആയി പോകും. യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തുമില്ല, ഡയമെൻഷനും ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പം അതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. പിന്നീട് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 ലോ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും പിന്നെ ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും. ആ 2 ലോയും പരീക്ഷയ്ക്ക് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം. ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്, ലോ ഓഫ് അതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്. നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പഠിച്ച സമയത്ത് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ Fs ഈസ് ഈക്വൽ ടു എന്തായിരുന്നു മക്കളെ ഇക്വേഷൻ, മ്യൂ എസ് ഇൻറ്റു എൻ. ഈ ഇക്വേഷൻ എഴുതുന്നതിനാണ് ആ ലോയ്ക്ക് മാർക്ക് കിട്ടുന്നത്. പരീക്ഷയ്ക്ക് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ചോദിച്ചാൽ ഈ ഇക്വേഷൻ എഴുതി വെക്കുക വൃത്തിയായിട്ട്. എന്താണ്
FS = μs × n. എന്നിട്ട് ഇത് ഓരോന്നും എന്താണെന്ന് പറയണം. FS എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. μs എന്താണ്? കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. n എന്താണ്? നോർമൽ റിയാക്ഷൻ ആണ്. അപ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെയും നോർമൽ റിയാക്ഷന്റെയും കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്ന മക്കളെ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓർ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ ആണല്ലോ. ഇനി അതാണ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു പഠിച്ചുകൊണ്ട് പോകണം. പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ലോ ആണ് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ കണ്ട ഇക്വേഷൻ ഇതായിരുന്നു. എസ് മാറ്റി പകരം കെ ആക്കുക. ദാറ്റ് ഈസ് FK = μk × n. എന്താ മക്കളെ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? FK എന്ന് പറയുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. μk എന്ന് പറയുന്നതോ കോയിഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. n എന്ന് പറയുന്നത് എന്താണ്? നോർമൽ റിയാക്ഷൻ ആണ്. സോ കോയിഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷൻ കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്? കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ ആണല്ലോ. ഈ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പോലെ തന്നെ ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും ഒരു 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അത് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ വായിച്ച് പഠിച്ചുകൊണ്ട് പോകണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ ഇക്വേഷൻ ആണ്. ഇതിലേക്ക് വരുന്ന 2 സ്റ്റേറ്റ്മെന്റും കൂടി ഉണ്ട്. അതും കൂടെ നല്ല വൃത്തിയായിട്ട് എൻ്റെ മക്കൾ വായിച്ചുകൊണ്ട് പോവുക. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും അത് ചോദിച്ചിരിക്കും. ഒന്നെങ്കിൽ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കും. ഓക്കെ ആണല്ലോ. അത് നന്നായിട്ട് ചെയ്യുക. പിന്നീട് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു ചെറിയ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ അവിടെ പഠിച്ചു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അത് വളരെ സിമ്പിളാണ്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയേക്കുക. ആ ഡെറിവേഷൻ വഴി നമ്മൾ ഇക്വേഷനിലേക്ക് വന്ന് ചേരുന്നത് ഇങ്ങനെയായിരുന്നു. μ = എന്താണ്? ടാൻ തീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ μ എന്ന് പറയുന്നത് എന്താ മക്കളെ? കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. തീറ്റയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ. അപ്പം ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തന്നിട്ട് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അതിൻ്റെ ടാൻ വാല്യൂ എടുത്താൽ മതി. ആ കിട്ടുന്നതായിരിക്കും നമ്മുടെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഇനി കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ട് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ μ ഉണ്ടല്ലോ അതിൻ്റെ ടാൻ ഇൻവേഴ്സ് എടുക്കുക. അതായത് ടാനിങ് ഇപ്പുറത്ത് വരത്തില്ല. ഇപ്പുറത്ത് വരുമ്പോൾ നമ്മൾ പറയും ടാനിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. ടാൻ ഇൻവേഴ്സ് ഓഫ് μ എടുത്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? തീറ്റ കിട്ടും. അങ്ങനെ തിരിച്ചും മറിച്ചും ഇത് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇക്വേഷനിലേക്ക് വരുന്ന ഒരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അതിനുശേഷം ഈ ഡെറിവേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലവും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിപ്പോൾ നമുക്ക് ചെയ്യാം. പ്രോബ്ലം ഒക്കെ ഇപ്പോൾ ചെയ്യാം. ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ. അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. അതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ചെയ്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നൊരു ടോപ്പിക്ക്. ഇനി ഞാൻ പറഞ്ഞു മൂന്നാമതൊരു ഫ്രിക്ഷൻ ഉണ്ട്. ഒരു കുഞ്ഞു സാധനം, റോളിംഗ് ഫ്രിക്ഷൻ. ഒന്നുമില്ല, ഒരു ഒബ്ജക്റ്റ് ഒരു സർഫസിന് മുകളിലൂടെ റോൾ ചെയ്യുന്ന സമയത്ത് ആ റോൾ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ. അത്രയേ ഉള്ളൂ. റോളിംഗ് ഫ്രിക്ഷൻ്റെ പ്രത്യേകത അത് എപ്പോഴും വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അതിനെ റോൾ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നത്. നമ്മൾ ഈ തടിമില്ലിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ തടിയൊക്കെ ഉരുട്ടിക്കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഉരുട്ടിക്കൊണ്ടുവന്നേ? അവിടെ ഉരുട്ടിക്കൊണ്ടുപോകാൻ കാരണം അത് റോൾ ചെയ്യുകയാണ്. റോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. സോ റോളിംഗ് ഫ്രിക്ഷൻ കുറവായതുകൊണ്ടാണ് നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ റോളിംഗ് ഫ്രിക്ഷൻ അതുപോലെ തന്നെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേര് ലൂബ്രിക്കൻസ് ആണ് എന്ന് ഓർത്ത് വെച്ചേക്കണം. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ലൂബ്രിക്കേഷൻ എന്നാണെന്നും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ മക്കളെ. ഫ്രിക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യനും വരാം. വേണമെങ്കിൽ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ഒക്കെ ചോദിക്കാം. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ വൈ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ പറയണം ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നും ഫ്രിക്ഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്. ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഇല്ലേ? വസ്തുക്കളെ ഗ്രിപ്പ് ചെയ്യാൻ, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് വാക്ക് ചെയ്യാൻ, റൺ ചെയ്യാനൊക്കെ സാധിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതിനെല്ലാം കാരണം എന്തുള്ളതുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഫ്രിക്ഷൻ ഒരുപാട് ഡിസഡ്വാൻറ്റേജുകളുണ്ട്. നമുക്കറിയാം വിയറിങ് ആൻഡ് ടിയറിങ്, അതുപോലെ നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ ടയറൊക്കെ തേഞ്ഞു പോകുന്നത്, ഫ്യൂവൽ ലോസ്, എനർജി ലോസ്, ഇതെല്ലാം തന്നെ, അതുപോലെ നമ്മൾ സ്ലിപ്പായി പോകുന്നത്, ഇതെല്ലാം ഫ്രിക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജുകളാണ്. ഫ്രിക്ഷൻ കുറയുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. നന്നായിട്ട് മനസ്സിലായില്ലേ മക്കളെ?
വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഫ്രിക്ഷൻ എന്ന ടോപ്പിക്ക് വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്താണ് ഫ്രിക്ഷൻ എന്ന് മനസ്സിലാക്കുക, ഡെഫിനിഷൻ മനസ്സിലാക്കുക. ഫ്രിക്ഷൻ്റെ 2 ടൈപ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? സ്റ്റാറ്റിക്, കൈനറ്റിക്. അതിൻ്റെ ഡെഫിനിഷൻസ്, അതിൻ്റെ ഗ്രാഫ്, പിന്നെ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. അത് 2 നന്നായിട്ട് പഠിക്കുക. പിന്നീട് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക. ആ ഒരു കുഞ്ഞ് ഡെറിവേഷൻ ഒന്ന് പഠിക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ റോളിംഗ് ഫ്രിക്ഷൻ എന്താണ്, ലൂബ്രിക്കേഷൻ എന്താണ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഫ്രിക്ഷൻ വളരെ എളുപ്പമാണ്. നന്നായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ വഴി നമുക്ക് ഒന്നുകൂടി ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളാണ്, നല്ല ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ. ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രിക്ഷൻ ഈസ് ഡാഷ്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡാഷ്. ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഒരു കൊടുത്തിരിക്കുകയാണ് opposes motion B, opposes relative motion C option, acts parallel to surface, last option, acts perpendicular to surface. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫ്രിക്ഷൻ ഈസ് ഡാഷ്. ഫ്രിക്ഷൻ എന്താണ്? അതായത് ഇവർ പറയുന്നുണ്ട് അതൊരു ഒപ്പോസസ് മോഷൻ ആണ്, അല്ലെങ്കിൽ ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ ആണ്, അതല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത് സർഫസിന് പാരലായിട്ടാണ്, അതല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ എന്നാണ്. ചിലപ്പോൾ ഒരെണ്ണേ വരൂ, ചിലപ്പോൾ 2 വരാം, ചിലപ്പോൾ 3 വരാം, ചിലപ്പോൾ 4 വരാം. നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഒപ്പോസസ് മോഷൻ. ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മോഷനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ബി ഓപ്ഷൻ ഉണ്ടോ? ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ. ഇതാണ് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് വരുന്നത്. ഇത് തെറ്റാണെന്ന് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇതുള്ളത് കൊണ്ട് ഇതിനെ അപേക്ഷിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഇതാണ്. ഇത് 2 നിങ്ങൾ പറയണ്ട, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി. ഇപ്പം ഒപ്പോസസ് മോഷൻ ഉണ്ട്, ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ ഉണ്ട്. ഇതിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഏതാണ്? ബി ആണ്. റിലേറ്റീവ് മോഷനും വ്യത്യാസം എന്തോ മക്കളെ? റിലേറ്റീവ് എന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെ സർഫസിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. അപ്പോൾ സർഫസിനെ അപേക്ഷിച്ച് ആ വസ്തു മോഷനിലാണ്. അങ്ങനെയുള്ള മോഷൻസിനെയാണ് നമ്മൾ റിലേറ്റീവ് മോഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? അല്ലാതെ ജസ്റ്റ് ഒരു വസ്തു ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ബസ്സിൽ കുറേ യാത്രക്കാർ പോവുകയാണെന്ന് വിചാരിക്കുക. അതിൽ യാത്രക്കാർ അവരവിടെ സീറ്റിലിരിക്കുകയാണ്. അപ്പോൾ അതിൽ സീറ്റും ആ യാത്രക്കാരും എന്തിലാണെന്ന് പറയാൻ വേണമെങ്കിൽ മോഷനിലാണെന്ന് പറയാം. പക്ഷേ ആ സീറ്റും യാത്രക്കാരും റോഡിനെ അപേക്ഷിച്ച് എന്തിലാണെന്ന് നമുക്ക് പറയാം? റിലേറ്റീവ് മോഷൻ ആണെന്ന് പറയാം. അപ്പോൾ അതാണ് ഒരു സർഫസിനെ അപേക്ഷിച്ച് എപ്പോഴും മറ്റൊരു വസ്തുവിൻ്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് റിലേറ്റീവ് മോഷൻ. അപ്പോൾ ഇതിൽ ബി കറക്റ്റ് ആണ്. ഇനി എന്തൊക്കെയുണ്ട്? സി നോക്കിയേ, ആക്ട്സ് പാരലൽ ടു സർഫസ്. ഇത് ശരിയല്ലേ? എന്നാലോചിച്ച് നോക്കിയേ, ഫ്രിക്ഷൻ എപ്പോഴും ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ വസ്തു പോകുന്ന സർഫസ് ഏതാണോ ആ സർഫസിന് കറക്റ്റ് എങ്ങനെ ആയിരിക്കും മക്കളെ? പാരലായിട്ടായിരിക്കും, സമാന്തരമായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അത് ശരിയാണ്. സോ സി കറക്റ്റ് ആണ്. ആക്ട്സ് പെർപെൻഡിക്കുലർ ടു സർഫസ്. ഇത് ശരിയാകുമ്പോൾ ഇത് ഉറപ്പായിട്ടും തെറ്റായിരിക്കത്തില്ലേ? സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല, മറിച്ച് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? പാരലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഏതൊക്കെയാണ്? ബിയും സിയും. ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ, അതുപോലെ തന്നെ ആക്ട്സ് പാരലൽ ടു സർഫസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കിയത് ഫ്രിക്ഷൻ്റെ ഡെഫിനിഷനാണ്. ഫ്രിക്ഷൻ ഈസ് ഫ്രിക്ഷൻ ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ, അതുപോലെ തന്നെ ഇറ്റ് ആക്ട്സ് പാരലൽ ടു സർഫസ്. അത് സർഫസിന് പാരലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രിക്ഷൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായില്ലേ? വളരെ എളുപ്പമല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഓപ്ഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദി 2 ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ? 2 ടൈപ്സ് ഫ്രിക്ഷൻ എഴുതാൻ. വിച്ച് ആർ ദി 2 ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ? 2 ടൈപ്പ് ഫ്രിക്ഷൻ ചോദിക്കുമ്പം പ്രധാനപ്പെട്ട ഫ്രിക്ഷൻ മാത്രം എഴുതിയാൽ മതി. ഏതൊക്കെയായിരിക്കും മക്കളെ? ഒന്ന്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരു വസ്തു സ്റ്റേഷനറി ആയിരിക്കുന്ന സമയത്ത് അതിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. 2 ഏതാണ്? കൈനറ്റിക് ഫ്രിക്ഷൻ. അതെന്താ മക്കളെ കൈനറ്റിക് ഫ്രിക്ഷൻ? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ 2 ടൈപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്,
2 ടൈപ്പ് എഴുതാനേ പറയുന്നുള്ളൂ. സോ ഈ 2 മതി. ഇത് രണ്ടും ഓരോന്നും എന്തൊക്കെയാണെന്ന് അറിയാലോ മക്കളെ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂവിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓർമ്മയിൽ സൂക്ഷിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ലിമിറ്റിംഗ് ഫ്രിക്ഷന് ശേഷം വരുന്ന ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷൻ്റെ പ്രത്യേകത എന്താ? ഈ ഫ്രിക്ഷൻ അനുഭവപ്പെടുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് എന്തിലായിരിക്കും മക്കളെ? അത് മോഷനിലായിരിക്കും. അതുപോലെ തന്നെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെയും കൈനറ്റിക് ഫ്രിക്ഷൻ്റെയും വാല്യൂ നോക്കുകയാണെങ്കിൽ ആരാ ഉയർന്നു നിൽക്കുന്നത്? ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ്. കൈനറ്റിക് ഫ്രിക്ഷൻ കുറച്ച് താഴ്ന്നാണ് നിൽക്കുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷനെ അപേക്ഷിച്ച് എന്തായിരിക്കും? കുറച്ച് കുറവായിരിക്കും എന്നൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു കാറ്റഗറി. നന്നായിട്ട് മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നല്ലൊരു ചോദ്യം. കറക്റ്റ് ദ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ്. കറക്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യണം. അത് നിങ്ങൾ കറക്റ്റാക്കി എഴുതണം. നമുക്ക് നോക്കാം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. തരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് greater than, static friction is always greater than kinetic friction. Static friction is always greater than kinetic friction. അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനാണോ? തെറ്റുണ്ട്, അവർ പറഞ്ഞിരിക്കുകയാണ് കറക്റ്റ് ചെയ്യാനാണ്. അപ്പോൾ തെറ്റുണ്ട് ഇതിനകത്ത്. നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് ഫ്രിക്ഷൻ. കേൾക്കുമ്പോഴേ മനസ്സിലാക്കണം, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും കൈനറ്റിക് ഫ്രിക്ഷനെക്കാട്ടി കൂടുതലായിരിക്കും എന്നാണ്. അത് തെറ്റല്ലേ മക്കളെ? കാര്യം നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയല്ലേ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഇത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ മുകളിൽ നിൽക്കുകയാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ താഴെ വരികയല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എല്ലായ്പ്പോഴും കൈനറ്റിക് ഫ്രിക്ഷനെക്കാട്ടി വലുതാണോ? ഒരിക്കലും അല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ കറക്റ്റ് ആക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ കറക്റ്റ് ആക്കാം. ഒന്നെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ലെസ് ദാൻ ആക്കാം. പക്ഷെ ലെസ് ദാൻ ആക്കുമ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത്രത്തോളം പെർഫെക്റ്റ് ആകത്തില്ല. കാര്യം ഓൾവേസ് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഓൾവേസ് പറയുന്നുണ്ട്, എല്ലായ്പ്പോഴും അത് ലെസ് ദാൻ അല്ല. കാര്യം ചില സമയത്ത് ഗ്രേറ്റർ ദാനുമാണ്. അതായത് ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വരത്തില്ലേ, മുകളിലേക്ക് പോകത്തില്ലേ. നമ്മുടെ ഗ്രാഫ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒന്ന് പൊങ്ങിയിട്ട താഴുന്നത്. അതായത് ഈ മുകളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാൾ കുറച്ച് വലുതായിരിക്കും. അപ്പോൾ ആ ഒരു കേസിൽ ഇത് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ഇത് ചെയ്താൽ മതി. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടല്ലോ, ഇയാളെ ഇവിടുന്ന് എടുത്ത് കളയണം. ഇയാളെ ഇവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് അവിടെ നിങ്ങൾ എഴുതി വെക്കണം, അവിടെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് എഴുതി വെക്കണം. എന്താ മക്കളെ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇനിയൊന്ന് നിങ്ങൾ സെൻറ്റൻസ് വായിച്ച് നോക്കിയേ, ശരിയാണോ നോക്കിയേ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് ഫ്രിക്ഷൻ. ശരിയല്ലേ? താണ്ടെ ഈ മുകളിൽ വരുന്ന ഫ്രിക്ഷൻ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇതാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. നോക്കിയേ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എപ്പോഴും കൈനറ്റിക്കിനെക്കാട്ടിലും മുകളിലല്ലേ നിൽക്കുന്നത്. കൈനറ്റിക് എപ്പോഴും ലിമിറ്റിങ്ങിൻ്റെ താഴെയല്ലേ നിൽക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്? നിങ്ങളിവിടെ ചെയ്യേണ്ടത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറ്റി പകരം എന്താക്കുക? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആക്കുക. സോ നമുക്ക് പറയാം ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും മക്കളെ? കൈനറ്റിക് ഫ്രിക്ഷനെക്കാട്ടിൽ വലുതായിരിക്കും എന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിരവധി ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് കറക്റ്റ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തെറ്റിക്കരുത്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണോ വലുത്, കൈനറ്റിക് ഫ്രിക്ഷൻ ആണോ വലുത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണോ വലുത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങളങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഗ്രാഫ് വെച്ചിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വരുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഇത് കൈനറ്റിക് ഫ്രിക്ഷൻ, ഈ ഏറ്റവും മുകളിലത്തെ വാല്യൂ ഏതാണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അത് വെച്ചിട്ട് ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? വളരെ എളുപ്പമല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. വൈ? മക്കളെ ഇതാണ് ക്വസ്റ്റ്യൻ. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു നെസസറി ഈവിൾ ആണ്. നെസസറി ഈവിൾ എന്ന് വെച്ചാൽ ആവശ്യമുള്ള ഒരു ഈവിൾ എന്നൊക്കെ വെച്ചാൽ ചെകുത്താൻ എന്നൊക്കെ പറയും. അതായത് ഫ്രിക്ഷൻ നമുക്ക് ഒരേ സമയം ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഇത് ആവശ്യവും ഇല്ല.
ഈവിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട, ആവശ്യമില്ലാത്ത സാധനമല്ലേ. അപ്പോൾ ആവശ്യമുണ്ട്, ആവശ്യമില്ല, എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ നിങ്ങൾ പറയണം ഇവിടെ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജുകളും ഡിസ്അഡ്വാൻറ്റേജുകളും നിങ്ങൾ പറഞ്ഞാൽ മതി. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഈവിൾ എന്നൊക്കെ കണ്ടുകൊണ്ട് വേറെ ഒന്നും എഴുതി വെക്കരുത്. അവിടെ എന്ത് എഴുതി വെക്കണ്ടേ? ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഫ്രിക്ഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നു, വോക്ക് ചെയ്യാൻ സാധിക്കുന്നു, അങ്ങനെ പല പല അഡ്വാൻറ്റേജുകളുണ്ട്. ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? വിയറിങ് ആൻഡ് ടിയറിങ്, നമ്മൾ സ്ലിപ്പായി വീഴുന്നു. ഓക്കെ, ഫ്യൂവൽ ലോസ്, എനർജി ലോസ്, ഇതൊക്കെയാണ് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്. അത്രയും പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി, അതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ, നെസസറി ഈവിൾ എന്നൊരു സാധനം കണ്ടാൽ അപ്പോഴേ ഓർത്തോണം അവിടെ എഴുതി വെക്കേണ്ടത് എന്താണ്? ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജുമാണ്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പം ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലായില്ലേ? പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കറക്റ്റായിട്ട് ചെയ്യണം, തെറ്റിക്കരുത്. ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ദാണ്ട ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ചോദിക്കുമെന്ന്. സ്റ്റേറ്റ് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ദാണ്ടേ കൈനറ്റിക് ഫ്രിക്ഷൻ സ്റ്റേറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് നിങ്ങൾ ആ ഇക്വേഷൻ എഴുതണം. എന്ത് മക്കൾ ഇക്വേഷൻ? എഫ് കെ ഈസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു എൻ. നിങ്ങളുടെ മനസ്സിലേക്ക് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ ഇക്വേഷൻ വരണം. ഇനി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ കെ മാറ്റി എസ് ആക്കിയാൽ മതി. എഫ് എസ് ഇസ് ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എൻ. ഇനി രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടി ഉണ്ടല്ലോ ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ. അതായത് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൺസ്റ്റന്റ് വാല്യൂ ഫോർ എ ഗിവൺ സർഫസ്. ഒരു ഗിവൺ സർഫസിന് കൈനറ്റിക് ഫ്രിക്ഷൻ എന്തായിരിക്കും? എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ. അതുപോലെ തന്നെ ഇറഗുലാരിറ്റീസ് ഓഫ് ദ സർഫസ് ആൻഡ് സ്പീഡ് ഓഫ് സ്ലൈഡിങ്. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റും കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ എഴുതി വെക്കണം. ആ രണ്ട് സ്റ്റേറ്റ്മെന്റും പിന്നെ ഇക്വേഷൻ കൂടെ ആകുമ്പോഴത്തേക്ക് അതിന്റെ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ ആയിട്ടുണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ചോദിക്കുമ്പോഴും നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ മാറ്റിയിട്ട് കെക്ക് പകരം എസ് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് എന്തായി? ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയി. വളരെ സിമ്പിളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ തെറ്റിക്കാതെ കറക്റ്റായിട്ട് നിങ്ങളത് ചെയ്യണം. കേട്ടല്ലോ മക്കളെ? ഇതൊക്കെ 100% ഉറപ്പാണ്. ഉറപ്പിച്ചോണം പരീക്ഷയ്ക്ക് ചോദിക്കും. കേട്ടല്ലോ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉറപ്പായിട്ടും ഈ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനോ അല്ലെങ്കിൽ ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കും. കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അതാണ്ടേ അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ മക്കളെ? എന്ത് പറഞ്ഞിരിക്കുന്നത്? ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2010 ചോദിച്ചതാണ് കേട്ടോ. 2010 അതുപോലെ തന്നെ 2018 2 വർഷം ഇത് ചോദിച്ചിട്ടുണ്ട്. 2 വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വർഷവും പ്രതീക്ഷിക്കാം. പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യാനാണ്? ഡിറൈവ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ഓർക്കുന്നുണ്ടല്ലോ? ഒരു സർഫസ് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഒരു സർഫസ് ഇങ്ങനെ വരച്ചു, ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചു, എന്നിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മുടെ ഇക്വേഷനിലേക്ക് വരും. ഏതായിരുന്നു ഇക്വേഷൻ? മ്യൂ ഈസ് ഇക്വൽ ടു ടാൻ തീറ്റ എന്നുള്ളതാണ്. അപ്പം ഈ ക്വസ്റ്റ്യന് നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ ആ ഒരു ഡെറിവേഷൻ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഈ പടം നിങ്ങൾ കമ്പൽസറി ആയിട്ട് വരയ്ക്കണം. പരീക്ഷയ്ക്ക് പടം മാത്രം വരയ്ക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഒന്ന് ചിത്രീകരിക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കണം. ഒരു സ്ലൈഡ്, ഒരു ടിൽറ്റിംഗ് സർഫസ് ഒക്കെ വരച്ചിട്ട്, ചരിഞ്ഞ പ്രതലമൊക്കെ വരച്ചിട്ട് ഒരു വസ്തുവിനെ അവിടെ കാണിക്കണം. എന്നിട്ട് ഡിറൈവ് ചെയ്യണം. ഈ ഇക്വേഷനിലേക്ക് വരണം. മ്യൂ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. കേട്ടല്ലോ? ഇത് ചോദിക്കുന്ന സമയത്ത് 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡയഗ്രാം വരയ്ക്കുക. സെക്കൻഡ് പാർട്ട് അത് ഡിറൈവ് ചെയ്യുക. തേർഡ് പാർട്ട് ഈ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം. അത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അവർ പറയും ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ഈസ് ഇക്വൽ ടു 30 ഡിഗ്രി ആണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ 30 ഡിഗ്രി ആണ്. Then what is the value of coefficient of static friction or coefficient of friction, that is mu എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്തുവാ മക്കളെ ഇക്വേഷൻ? mu is equal to tan theta. സോ തീറ്റയുടെ സ്ഥാനത്ത് 30 ഇടുക. സോ tan 30 is equal to mu എന്ന് കിട്ടും. തിരിച്ചും ക്വസ്റ്റ്യൻ വരാം. അവർ പറയാം mu is equal to coefficient of friction എന്ന് പറയുന്നത് 25 ആണ്. അങ്ങനെയാണെങ്കിൽ what is the value of theta? അപ്പോൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഈ ഇക്വേഷനകത്ത് തീറ്റ കണ്ടുപിടിക്കാൻ പറയുമ്പോഴത്തേക്ക് ടാൻ ഇപ്പുറത്ത് വരും. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ ഓഫ് ദാറ്റ് ഈസ് ഇങ്ങനെ വരും. ടാൻ ഇൻവേഴ്സ് ഓഫ് 25 എടുക്കുക. 25ന്റെ ടാൻ ഇൻവേഴ്സ് എടുക്കുക. കിട്ടുന്ന ആൻസർ എന്താണോ അതായിരിക്കും അവിടുത്തെ തീറ്റ.
കിട്ടുന്ന ആൻസർ നിങ്ങൾ ഡിഗ്രിയിൽ ഇടാൻ മറക്കരുത്. ഡിഗ്രിയിൽ ഇടണം. ആംഗിൾ നമ്മുടെ ഡിഗ്രിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ മക്കളെ? ഫസ്റ്റ് അതിൻ്റെ ചിത്രം, പിന്നെ അതിൻ്റെ ഡെറിവേഷൻ, പിന്നെ അത് വെച്ചിട്ട് ആ കിട്ടുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ടൊരു പ്രോബ്ലം. അത് വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. ഈ ഇക്വേഷൻ മാത്രം ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ചിലപ്പോൾ തീറ്റ തരും, അപ്പോൾ ഡയറക്റ്റ് കിട്ടും. ചിലപ്പോൾ മ്യൂ തരും, അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം, ഡയറക്റ്റ് കിട്ടും. അത്രേ ഉള്ളൂ. നന്നായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ പരീക്ഷയ്ക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ തെറ്റിക്കരുത്. അത് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ എഴുതാനാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ മക്കളെ? ഫ്രിക്ഷൻ എന്ന ഈ ഒരു ടോപ്പിക്ക് വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ തന്നെ ആയിരിക്കും ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത്. നിങ്ങൾ തെറ്റിക്കാതെ ആ ഗ്രാഫൊക്കെ നന്നായിട്ട് വരച്ച് പഠിച്ച് ഫ്രിക്ഷൻസിൻ്റെ ഒക്കെ ഡെഫിനിഷൻസ് ഒക്കെ നോക്കിയിട്ട് ഡെറിവേഷൻ മനസ്സിലാക്കിയിട്ട് പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അത്രയേ ഉള്ളൂ ആ മൂന്നാമത്തെ ടോപ്പിക്ക്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ആ മൂന്നാമത്തെ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു 2 മിനിറ്റ് സമയം ഞാൻ തരാം. നിങ്ങൾ പെട്ടെന്നിരുന്ന് ആ ഒരു ടോപ്പിക്കിൻ്റെ ഡെഫിനിഷനും ആ പറഞ്ഞ പോയിൻസും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയ മക്കളെ. പെട്ടെന്നാവട്ടെ. മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആദ്യത്തെ 3 ടോപ്പിക്സും വിശദമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. ലാസ്റ്റ് ഈ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലെ അവസാനത്തെ ടോപ്പിക്കാണ് സർക്കുലാർ മോഷൻ. അപ്പം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾ എന്താണ് സർക്കുലാർ മോഷൻ എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കൂടി കിടന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ സർക്കംഫറൻസിൽ കൂടി കിടന്ന് മൂവ് ചെയ്യുന്ന മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടേമാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റ് സർക്കുലാർ മോഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ആ സർക്കിളിൻ്റെ, അത് സർക്കുലാർ മോഷൻ ആകുമ്പം ഒരു സർക്കുലാർ പാത്തിലായിരിക്കില്ലേ മൂവ് ചെയ്യുന്നത്, ആ സർക്കുലാർ പാത്തിൻ്റെ സെൻറ്ററിലേക്ക്, എങ്ങോട്ടാ മക്കളെ? സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ എന്താ മക്കളെ സെൻട്രിപിറ്റൽ ഫോഴ്സ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് പറഞ്ഞ ഒന്നുമില്ല, ഒരു ഒബ്ജക്റ്റ് സർക്കുലാർ മോഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അതിനെ നമ്മൾ FC എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പഠിച്ചു വെച്ചേക്കണം. മീൻസ് ഇതിൻ്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, mv² ഡിവൈഡഡ് ബൈ r. മൂവ് ചെയ്യുന്ന വസ്തുവിൻ്റെ മാസും അതിൻ്റെ ലീനിയർ വെലോസിറ്റിയും ആ സർക്കിളിൻ്റെ റേഡിയസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സെൻട്രിപിറ്റൽ ഫോഴ്സ് കണ്ടുപിടിക്കാം. എന്ത് ഇക്വേഷൻ? mv² ഡിവൈഡഡ് ബൈ r ആണ്. ഇവിടെ പ്രത്യേകം ഓർമ്മിച്ച് വെച്ചേക്കണം, v എന്ന് വെച്ചാൽ ആംഗുലാർ വെലോസിറ്റി അല്ല, മറിച്ച് എന്ത് വെലോസിറ്റിയാണ്? ലീനിയർ വെലോസിറ്റിയാണ്. ഓർത്ത് വെച്ചേക്കണം. ഇതാണ് മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ ചോദിക്കാം. എപ്പോഴും ഓർത്ത് വെച്ചേക്കണം, സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ആ സർക്കിളിൻ്റെ റേഡിയസിൽ കൂടെ അതിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും. എപ്പോഴും സെൻട്രിപിറ്റൽ ഫോഴ്സ് FC എങ്ങോട്ടാണ് മക്കളെ ആക്ട് ചെയ്യുന്നത്? സർക്കുലാർ മോഷനിൽ പോകുന്ന വസ്തുവിൻ്റെ ആ സർക്കിളിൻ്റെ റേഡിയസിൽ കൂടി എങ്ങോട്ടായിരിക്കും? സർക്കിളിൻ്റെ സെൻറ്ററിലേക്കാണെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. നന്നായിട്ട് മനസ്സിലായില്ലേ? അപ്പം ഈ സെൻട്രിപിറ്റൽ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ പ്രോബ്ലം ചോദിക്കാം. ഈ ഒരു ഇക്വേഷൻ മാസ് വെലോസിറ്റി തരാം, അതിൻ്റെ റേഡിയസ് തന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം കറക്റ്റായിട്ട് ചെയ്യണം. യൂണിറ്റ് പഠിച്ച് വെച്ചേക്കണം, ഫോഴ്സ് അല്ലേ, സോ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അത് ഓർത്ത് വെച്ചേക്കുക. അത്രയേ ഉള്ളൂ സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് പോർഷൻ എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മോഷൻ ഓഫ് എ കാർ. ഓക്കെ, മോഷൻ ഓഫ് എ കാർ എലോങ് സർക്കുലാർ റോഡ്. ഒരു സർക്കുലാർ റോഡിലൂടെ ഉള്ള ഒരു കാറിൻ്റെ മോഷൻ. സർക്കുലാർ റോഡിലൂടെ ഒരു കാറ് പോകുന്ന സമയത്ത് അതിന് സ്വീകരിക്കാൻ സാധിക്കുന്ന മാക്സിമം സ്പീഡിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറക്കരുത്. അതുപോലെ രണ്ടാമത്തത്, മോഷൻ ഓഫ് എ കാർ എലോങ് ബാങ്ക്ഡ് റോഡ്.
ബാങ്ക്ഡ് റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ്, ഒരു സൈഡ് ഇങ്ങനെ പൊക്കിയും ഒരു സൈഡ് ഇങ്ങനെ താഴ്ത്തിയും വെച്ചേക്കുന്ന റോഡാണ് ബാങ്ക്ഡ് റോഡ്. ആ റോഡിലൂടെ ഒരു കാറ് പോകുന്ന സമയത്ത് അത് സ്വീകരിക്കേണ്ട മാക്സിമം സ്പീഡിൻ്റെ ഇക്വേഷൻ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കുലർ മോഷൻ എന്നിവിടെ എടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കും. മിക്കവാറും ദാണ്ട് ഈ രണ്ടാമത് കിടക്കുന്നതായിരിക്കും, ബാങ്ക്ഡ് റോഡിൻ്റെ ആയിരിക്കും. അതാണ് നിരവധി തവണ കണ്ടിരിക്കുന്നത്. ബാങ്ക്ഡ് റോഡിലൂടെ ഒരു വാഹനം പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സുകളൊക്കെ ആദ്യം ഒന്ന് വരച്ച് കാണിക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ ആ ഡെറിവേഷനകത്ത് നമ്മളൊരു ചിത്രം പഠിച്ചിട്ടുണ്ട്. ഞാനത് വരച്ച് സമയം കളയുന്നില്ല, ഒരുപാട് സമയം എടുക്കുന്ന ചിത്രമാണ് നിങ്ങൾക്കറിയാം. ചിത്രമുണ്ട്, പിന്നെ ഒരു ഡെറിവേഷനും ഉണ്ട്. ആ ചിത്രം നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. പറഞ്ഞ മനസ്സിലായി മക്കളെ? ആ ഡയഗ്രാം തന്നെ ഒരു മാർക്കിന് പരീക്ഷയ്ക്ക് വരയ്ക്കാൻ ചോദിക്കുന്നതാണ്. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയഗ്രാം വെച്ചിട്ട് ആ ബാങ്ക്ഡ് റോഡിലൂടെ ആ വാഹനത്തിന് പോകാൻ സാധിക്കുന്ന മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടും ഡെറിവേഷനായിട്ട്. അതാണ് അടുത്തത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരാം, ആ ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചോദിക്കാം. അവർ ഈ കാറിൻ്റെ മാസും അതിൻ്റെ വെലോസിറ്റിയും ഒക്കെ തന്നിട്ട് അവിടുത്തെ മാക്സിമം സ്പീഡും കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പോൾ ആ ഒരു പ്രോബ്ലം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇത് രണ്ടും ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നില്ല. നമ്മളുടെ സിറ്റ്സി ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ആപ്പ്, ഇതെല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. കുറേ കുട്ടികൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഡൗൺലോഡ് ചെയ്യാനുള്ളവർ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ സിറ്റ്സിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്ലിക്കേഷനിൽ നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ സെലക്ട് ചെയ്താൽ അതിൻ്റെ അവസാനം കിടപ്പുണ്ട് ഈ സർക്കുലർ റോഡിൻ്റെയും ബാങ്ക്ഡ് റോഡിൻ്റെയും ഡെറിവേഷൻ. ഓക്കെ, അപ്പം ആ ഒരു ഡെറിവേഷൻ്റെ വീഡിയോ നിങ്ങൾ നന്നായിട്ട് കാണണം. ഞാൻ 2 വീഡിയോ ആയിട്ട് എടുത്തേക്കുന്നു, ഒന്ന് സർക്കുലർ മോഷനും പിന്നെ ബാങ്ക്ഡ് റോഡിൻ്റെയും. അത് രണ്ടും നിങ്ങൾ നന്നായിട്ട് കാണണം. 1, 2, 3 പ്രാവശ്യം എപ്പോൾ പഠിക്കുന്നു അത്രയും നേരം അത് കണ്ട് നല്ല വൃത്തിയായിട്ട് പേപ്പറിനകത്തോട് എന്ത് ചെയ്യണം, അതിൻ്റെ ഇക്വേഷനിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു ഡെറിവേഷൻ നന്നായിട്ട് എഴുതി പഠിക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പിച്ചോണം 100% ഇത് രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചിരിക്കും ഡെറിവേഷൻ, ഉറപ്പാണ്. ഓക്കെ ആണല്ലോ മക്കളെ? അത്രേ ഉള്ളൂ സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെയാണ്. ബാങ്ക്ഡ് റോഡിൻ്റെയും സർക്കുലർ റോഡിൻ്റെയും മാക്സിമം സ്പീഡിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ, അതുപോലെ തന്നെ സെൻട്രിപ്പിറ്റൽ ഫോഴ്സിൻ്റെ പ്രോബ്ലം, അതിൻ്റെ ഡയഗ്രവും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കർവ്ഡ് റോഡിലൂടെ ഒരു വാഹനം പോകുന്ന സമയത്ത് അതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് v=√μs(rg) എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷനിലേക്കാണ് നമ്മൾ ഇത് പഠിച്ച് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. മ്യൂസ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, r റേഡിയസ് ഓഫ് ദ സർക്കിൾ, g നമുക്കറിയാം 9.8 ആണ്. അപ്പം ഈ ഒരു ഡെറിവേഷൻ പഠിക്കുക. രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡെറിവേഷൻ ഉണ്ട്, അതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. അവിടെ കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്, v= വളരെ ഇമ്പോർട്ടൻ്റ് ആണത്, റൂട്ട് ഓഫ് ഒരു വലിയ ഇക്വേഷനാണ് rg ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് μs പ്ലസ് μs പ്ലസ് tan തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് μs tan തീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് ഫ്രിക്ഷൻ ഉള്ള റോഡിലെ മാക്സിമം സ്പീഡിൻ്റെ ഇക്വേഷൻ ആണ്. ഇനി അവർ വേണമെങ്കിൽ പറയാം ടു അവോയ്ഡ് ഫ്രിക്ഷൻ ഓർ വിത്തൗട്ട് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ട് മാക്സിമം സ്പീഡിൻ്റെ ഇക്വേഷൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ഈ μs എല്ലാം അങ്ങ് 0 ആയി പോകും. അപ്പോൾ μs 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ മാറുന്ന ഇങ്ങനെ ആയിരിക്കും, v=√, അതിങ്ങനെ മാറും rg tan തീറ്റ. ഈ 2 ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. ഇത് രണ്ടും ബാങ്ക്ഡ് റോഡിൻ്റെയാണ്. ഇത് ഫ്രിക്ഷൻ ഉള്ള ബാങ്ക്ഡ് റോഡ്, ഇത് ഫ്രിക്ഷൻ ഇല്ലാത്ത ബാങ്ക്ഡ് റോഡ്. ഫ്രിക്ഷൻ ഇല്ലാത്ത ഇപ്പം പരീക്ഷയ്ക്ക് വരുന്ന ഇങ്ങനെ ആയിരിക്കും, ഫ്രിക്ഷൻ ഉള്ള ബാങ്ക്ഡ് റോഡിലെ മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കാൻ പറയും. എന്നിട്ട് പറയും അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്താൽ അവിടുത്തെ മാക്സിമം സ്പീഡിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, μs 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് v=√, എന്താവും, rg tan തീറ്റ എന്നാവും. അപ്പം ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഈ മോഷൻ ഓഫ് എ കാർ അലോങ് ബാങ്ക്ഡ് റോഡിൻ്റെ ഡെറിവേഷൻ, ഡയഗ്രവും ഡെറിവേഷനും പ്രോബ്ലവും, പിന്നെ സർക്കുലർ റോഡിൻ്റെ ഡയഗ്രാം, അതിൻ്റെ ഡെറിവേഷൻ, അത് വെച്ചിട്ട് അതിൻ്റെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ മക്കളെ, മ്യൂസിൻ്റെ വാല്യൂ തരും, ആറിൻ്റെ വാല്യൂ തരും, ജി നമുക്കറിയാം, അത് വെച്ചിട്ട് വി കണ്ടുപിടിക്കാൻ പറയും. അതുപോലെ ഇതിൻ്റെ പ്രോബ്ലം, ഈ വാല്യൂസ് ഒക്കെ തരും, തീറ്റയും മ്യൂസൊക്കെ ആറൊക്കെ തന്നിട്ട് വി കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഇല്ലാത്ത റോഡാണെന്ന് പറയുന്നെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യരുത്, ഇത് വെച്ച് ചെയ്യണം. അവിടെ ആറും തീറ്റയും മാത്രമേ തരത്തുള്ളായിരിക്കും, ഇത് വെച്ചങ്ങ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ അത്രയേ ഉള്ളൂ സർക്കുലർ മോഷൻ എന്ന ഈ ഒരു ടോപ്പിക്ക്. നന്നായിട്ട് മനസ്സിലായില്ലേ മക്കളെ? അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും പെട്ടെന്ന് സർക്കുലർ മോഷൻ എന്ന ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ച് നോക്കിയേ, പെട്ടെന്നാവട്ടെ. ഓക്കെ,
അപ്പോൾ മക്കളെല്ലാവരും ആ ഒരു ടോപ്പിക്ക് വായിച്ച് നോക്കിയല്ലോ. ഇനി നിങ്ങൾക്കൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്, എല്ലാവർക്കും നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. ആ ഒരു വർക്ക്ഷീറ്റ് എല്ലാവരും ഒന്ന് എടുക്കേണ്ടതാണ്. അതിലെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സുമാണ്. അതിലൊരു 6 ക്വസ്റ്റ്യൻ ഉണ്ട്, അതും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞ 4 ടോപ്പിക്സിലെയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് മിക്കത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തന്നെയാണ്. നമുക്ക് നോക്കാം. എല്ലാവരും ആ വർക്ക്ഷീറ്റ് ഒന്ന് എടുക്കുക. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം സ്റ്റേറ്റ് ചെയ്യാൻ നമുക്കറിയാലോ. നമുക്ക് എന്തോ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, കൺസർവേഷൻ സ്റ്റേറ്റ്മെൻറ്റ്: വിത്തൗട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്, ഓർ ടോട്ടൽ മൊമെൻറ്റം എന്താ ബിഫോർ കൊളിഷൻ ഈസ് ഇക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ഇക്വേഷൻ കൂടെ എഴുതി വെക്കുക. m1u1 പ്ലസ് m2u2 ഈസ് ഇക്വൽ ടു m1v1 പ്ലസ് m2v2. അതുപോലെ തന്നെ എന്താ എഫ് ഈസ് പ്രപ്പോർഷണൽ dp/dt, അതിനകത്തുനിന്ന് p ഈസ് ഇക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ആ ഇക്വേഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാനത് ബോർഡിൽ എഴുതാത്തത്. അതൊന്ന് നോട്ട് ചെയ്യണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്തതാണ്ടേ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്: എ ലൈറ്റ് ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഹെവി ഗൺ. നല്ല ഭാരമുള്ള ഒരു ഗണ്ണിൽ നിന്ന് ഒരു ഭാരം കുറഞ്ഞ ബുള്ളറ്റ് ഫയർ ചെയ്യുകയാണ് എങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ റീകോയിൽ ഓഫ് ഗൺ എന്നൊരു ടോപ്പിക്ക് പഠിച്ചിട്ടില്ലേ മക്കളെ? അത് മൊമെൻറ്റവുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ റീകോയിൽ ഓഫ് ഗൺ എന്ന ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. അതിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്: ഒരു ഭാരം കുറഞ്ഞ ഒരു ബുള്ളറ്റ് ഭാരം കൂടിയ ഒരു ഗണ്ണിൽ നിന്ന് ഫയർ ചെയ്യുന്നെന്ന്. ഫസ്റ്റ് ഓപ്ഷൻ: സ്പീഡ് ഓഫ് ദ ഗൺ ആൻഡ് ദ ബുള്ളറ്റ് ആർ ഈക്വൽ. അവർ പറഞ്ഞിരിക്കുകയാണ് ഗണ്ണിൻ്റെ സ്പീഡും ബുള്ളറ്റിൻ്റെ സ്പീഡും ഈക്വൽ ആണെന്ന്. ശരിയാണോ മക്കളെ? നമ്മൾ പഠിച്ചല്ലേ? അതൊരിക്കലും ശരിയല്ല, തെറ്റാണ്. ബുള്ളറ്റ് നല്ല സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ, ഗൺ എങ്ങനെയാണ് വരുന്നത്? കുറച്ച് സ്പീഡ് കുറച്ച ബാക്കിലേക്ക് തിരിച്ചു വരുന്നു. സോ സ്പീഡ് രണ്ടും ഈക്വൽ അല്ല. സോ എ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇനി ബി എന്താണ്? മൊമെൻറ്റ ഓഫ് ദ ബുള്ളറ്റ് ആൻഡ് ഗൺ. മൊമെൻറ്റ എന്ന് ഉദ്ദേശിക്കുന്ന മൊമെൻറ്റമാണ് കേട്ടോ. ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് ഈക്വൽ ആണ്, അതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അത് ശരിയാണ് മക്കളെ, നമ്മൾ പഠിച്ചതല്ലേ? അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താ? ഫയർ ചെയ്യുന്നതിന് മുമ്പും ഫയർ ചെയ്തതിന് ശേഷം. ഇത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ അല്ലേ? ഫയർ ചെയ്യുന്നതിന് മുമ്പും ഫയർ ചെയ്തതിന് ശേഷവും അതിൻ്റെ മൊമെൻറ്റം എന്താണ്? കൺസേർവ്ഡ് ആണ്, മീൻസ് കോൺസ്റ്റന്റ് ആണ്. അതുപോലെ അത് ഓപ്പോസിറ്റ് ആണ്, മീൻസ് ബുള്ളറ്റ് പോകുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് അല്ലേ നമ്മുടെ ഗണ്ണ് എറിച്ച് പോകുന്നത്. സോ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. സോ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. 3 എന്താണ്? മൊമെൻറ്റ് ഓഫ് ദ ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആർ ഇൻ സെയിം ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ സെയിം ആണെന്ന്. ഡയറക്ഷൻ സെയിം ആണ്? ഒരിക്കലും അല്ല, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. കാര്യം ബുള്ളറ്റും ഗണ്ണും ഒരേ ഡയറക്ഷനാണ് പോകുന്നത്. നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് പോകുന്ന ഡയറക്ഷനിലേക്കല്ലല്ലോ ഗൺ പോകുന്നത്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? സോ അത് തെറ്റാണ്. അടുത്ത ഓപ്ഷൻ: വെലോസിറ്റി ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ. ഗണ്ണിൻ്റെ വെലോസിറ്റിയും ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയും ഈക്വൽ ആണെന്ന്. തെറ്റാണത്, രണ്ടും ഓപ്പോസിറ്റ് ആണ്. ആദ്യമേ നമ്മൾ പറഞ്ഞില്ലേ? സോ കറക്റ്റ് ആൻസർ സെക്കൻഡ് ഓപ്ഷനാണ്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എ ഷെൽ ഓഫ് മാസ് 0.020 കിലോഗ്രാം ഈസ് ഫയർഡ് ബൈ എ ഗൺ ഓഫ് മാസ് 100 കിലോഗ്രാം. ഓക്കെ, ഇഫ് ദ മസിൽ സ്പീഡ് ഓഫ് ദ ഷെൽ ഈസ് 80 മീറ്റർ പെർ സെക്കൻഡ്, then what is the recoil speed of the gun? ഗണ്ണിൻ്റെ റീകോയിൽ സ്പീഡ് അഥവാ റീകോയിൽ വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റീകോയിൽ വെലോസിറ്റി പഠിച്ച സമയത്ത് ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ദാറ്റ് ഈസ് v ഈസ് ഈക്വൽ ടു -mv ഡിവൈഡഡ് ബൈ m. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ ക്യാപിറ്റൽ V എന്ന് പറയുന്നത് ഗണ്ണിൻ്റെ ബാക്കിലേക്ക് വരുന്ന വെലോസിറ്റിയാണ്. ഈ m എന്ന് പറയുന്നത് എന്താ മക്കളെ? ബുള്ളറ്റിൻ്റെ അല്ലെങ്കിൽ ഷെല്ലും ബുള്ളറ്റും ഒരു സാധനം തന്നെ കേട്ടോ, വെലോസിറ്റിയാണ്. വി ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയാണ്. ഈ എം എന്താ? വലിയ എം എന്ന് പറയുന്നത് ഗണ്ണിൻ്റെ മാസാണ്. അപ്പോൾ പ്രോബ്ലം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റീകോയിൽ സ്പീഡ് ഓഫ് ദ ഗൺ, അതായത് ഈ വി കണ്ടുപിടിക്കാനാണ്. ഇക്വേഷൻ എന്തോ മക്കളെ? -mv/m അല്ലേ? അപ്പോൾ നോക്കിയേ, എം എന്ന് വെച്ചാൽ ഷെല്ലിൻ്റെ മാസ് അവിടെ തരുന്നുണ്ട് 0. അപ്പം -0.020 ഇൻറ്റു ഓക്കെ. ഇനി വി വെലോസിറ്റി, അതിൻ്റെ സ്പീഡ് എത്ര പറഞ്ഞിരിക്കുന്നത് മക്കളെ? സ്പീഡ് എന്ന് പറയുന്നത് 80 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് കിലോമീറ്റർ പെർ അവർ ആയിരുന്നെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആക്കേണ്ടി വന്നേനെ. എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 5/18. ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എം എന്ന് വെച്ചാൽ ഗണ്ണിൻ്റെ മാസ്. എത്ര മക്കളെ ഗണ്ണിൻ്റെ മാസ് അവിടെ പറയുന്നുണ്ട്? ഗണ്ണിൻ്റെ മാസ് 100 കിലോഗ്രാം ആണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുക, 0 ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് ഇതിനെ ഇത് വെച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ഇതിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഒരു നെഗറ്റീവ് സൈൻ അവിടെ ഉണ്ടായിരിക്കും. യൂണിറ്റ് നിങ്ങൾ മീറ്റർ പെർ സെക്കൻഡ് ഇടണം. സോ മൈനസ് ഒരു ആൻസർ കിട്ടും, എന്നിട്ട് അത് മീറ്റർ പെർ സെക്കൻഡ് ഇടുക.
എന്നിട്ട് അവർ ചോദിക്കും ഈ നെഗറ്റീവ് സൈൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അപ്പോൾ നിങ്ങൾ പറയണം ഇത്രയേ ഉള്ളൂ, ഗണ്ണിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനും ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ്. അത് കാണിക്കാനാണ് ഈ നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്. അപ്പം ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. കേട്ടല്ലോ മക്കളെ, എന്താ ഈക്വൽ വെലോസിറ്റി ഇക്വേഷൻ? V = -mv/m. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. ഈ വലിയ V ആണ്, ഈ വലുതെല്ലാം തോക്കിൻ്റെ ഗണ്ണിൻ്റെയാണ്, ചെറുതെല്ലാം ബുള്ളറ്റിൻ്റെയാണ് അല്ലെങ്കിൽ ഷെല്ലിൻ്റെയാണ്. ഓക്കെ ആണല്ലോ, അത്ര ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം, തെറ്റിക്കരുത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബാങ്ക്ഡ് റോഡ് ചോദിക്കുമെന്ന് നോക്കിയാൽ പടം കണ്ടോ? അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ദ സർക്കുലർ മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു കാറ് ബാങ്ക്ഡ് റോഡിലൂടെ പോകുന്ന ചിത്രമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് എ ക്വസ്റ്റ്യൻ, if the centripetal force is provided by the horizontal component of n and f, arrive at an expression for maximum safe speed. ഒന്നും നോക്കണ്ട, arrive an expression for എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മാക്സിമം സേഫ് സ്പീഡ്. അതായത് ബാങ്ക്ഡ് റോഡിലൂടെ ആ കാറിന് പോകാൻ സാധിക്കുന്ന മാക്സിമം സ്പീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? എന്താ? V = √RG × tan θ + μs / 1 - μs tan θ എന്ന് പറഞ്ഞ ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻ അതാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ഒരു ഡയഗ്രാം തന്നിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചാൽ ഈ തന്ന ഡയഗ്രാം നിങ്ങൾ വരയ്ക്കണം. ഓക്കെ ആണല്ലോ, അതാണ് എ ക്വസ്റ്റ്യൻ. ഇനി ബി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഒപ്റ്റിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയർ. കണ്ടോ, വിയർ ആൻഡ് ടിയർ അവോയ്ഡ് ചെയ്യാൻ. വിയർ ആൻഡ് ടിയർ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ ഫ്രിക്ഷൻ ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിയർ ആൻഡ് ടിയർ ഉണ്ടാവണമെങ്കിൽ ഫ്രിക്ഷൻ വേണമല്ലോ. വിയർ ആൻഡ് ടിയർ എന്ന് വെച്ചാൽ എന്തോ മക്കളെ? തേയ്മാനം എന്നാണ്. അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ വിയർ ആൻഡ് ടിയർ ഉണ്ട്. സോ വിയർ ആൻഡ് टियर മാറ്റാൻ പറഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ലെന്നുള്ള കേസാണ്. ആ സമയത്ത് എന്താണ് ഒപ്റ്റിമം സ്പീഡിന്റെ ഇക്വേഷൻ? അത് നമ്മൾ പറഞ്ഞില്ലേ, മ്യൂസിന്റെ സ്ഥാനത്ത് 0 ഇട്ടാൽ എന്ത് കിട്ടുന്നേ? V = √RG tan θ. അതങ്ങ് എഴുതി വെച്ചാൽ മതി. മ്യൂസിന്റെ സ്ഥാനത്ത് 0 ഇട്ടിട്ട് √RG tan θ എന്ന് എഴുതി വെക്കുക. അതിനാണ് ആ ഒരു മാർക്ക്. നന്നായിട്ട് മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ 4 ക്വസ്റ്റ്യൻ. ഇനി 5ാമത്തെ നോക്കിയ മക്കളെ, ഞാൻ പറഞ്ഞില്ലേ ചോദിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. കണ്ടോ, സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ആൻഡ് അറൈവ് അറ്റ് ദി ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. ഇത് ഉറപ്പായിട്ടും ചോദിക്കും. സംഭവം വളരെ സിമ്പിളുമാണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിൽ നിന്നും ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഡെഫിനിഷൻ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് ഇക്വേഷനിലേക്ക് എത്തിച്ചേരണം, തെറ്റിക്കരുത്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. F = ma വരുന്ന ആ ഒരു സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്. 3 മാർക്കിന് ചോദിക്കും, പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണല്ലോ, അത്രയേ ഉള്ളൂ 5 ക്വസ്റ്റ്യൻ. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, എ മോട്ടോർ സൈക്കിള് ആൻഡ് എ ബസ് ആർ മൂവിങ് വിത്ത് സെയിം മൊമെൻറ്റം. ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ട്, ഒരു ബസ് ഉണ്ട്, രണ്ടും ഒരേ മൊമെൻറ്റത്തോടെ പോവുകയാണെന്ന് പറയുകയാണ്. എങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദം ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി ജസ്റ്റിഫൈ. ഇതിനകത്ത് കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ളത് എന്തിനായിരിക്കും ജസ്റ്റിഫൈ ചെയ്യാൻ? മക്കളെ നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കുന്നേ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² എന്നല്ലേ? അതായത് മാസും കൈനറ്റിക് എനർജിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ശരിയല്ലേ? മാസ് ആർക്കാണോ കൂടുതൽ അയാൾക്ക് എന്ത് കൂടുതലായിരിക്കും? കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. നിങ്ങൾ നോക്ക്, മോട്ടോർ സൈക്കിൾ ഉണ്ട്, ബസ്സുണ്ട്. ആർക്കാ മാസ് കൂടുതൽ? ബസ്സിനല്ലേ? സോ ബസ്സിന് മാസ് കൂടുതലായതുകൊണ്ട് തന്നെ ബസ്സിന്റെ പ്രത്യേകത എന്താ? അതിന് കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. മൊമെന്റ് ഒന്ന് നോക്കുക വേണ്ട, ബസ്സും സൈക്കിളും ഓക്കെ മാസ് വ്യത്യാസമാണ്. ബസ്സിനാണ് വളരെ മാസ് കൂടുതൽ, സൈക്കിളിന്റെ മാസ് കുറവാണ്. സോ മാസ് കൂടിയത് ആർക്കാണോ അവരുടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ആൻസർ എന്താ മക്കളെ വരുന്നത്? ബസ്സാണ്. റീസൺ ചോദിച്ചാൽ പറയണം, ഇക്വേഷൻ എഴുതിയിട്ട് നിങ്ങൾ പറയുക മാസും കൈനറ്റിക് എനർജിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ മാസ് കൂടുതലുള്ളവർക്ക് കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ബസ് ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി. ഓക്കെ ആണല്ലോ, അത്രയേ ഉള്ളൂ ഒരു വർക്ക്ഷീറ്റ്. വളരെ സിമ്പിളാണ്. നന്നായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നത്. നിങ്ങൾ ആരും തെറ്റിക്കരുത്, ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. വളരെ സിമ്പിളാണ്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പം എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന അവസാനത്തെ ഈ ചാപ്റ്ററിലെ 2 ടോപ്പിക്കായിട്ടുള്ള ഫ്രിക്ഷനും അതുപോലെ തന്നെ സർക്കുലർ മോഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും എല്ലാം നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. പരീക്ഷയ്ക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ 1 മാർക്ക് പോലും കളയരുത്. ഫുൾ മാർക്കും നിങ്ങൾ കറക്റ്റായിട്ട് വാങ്ങിക്കണം, തെറ്റിക്കാതെ കറക്റ്റായിട്ട് ഇന്ന് തന്നെ ഇരുന്ന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.